സൂക്ഷിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വലിയ സംഗതി തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പം അകം സംശുദ്ധമായാൽ ആത്മാവ് അകത്ത് വസിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വാക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുള്ളൂ, ഓർക്കുന്നതായിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്താണ്. പുതിയ നിയമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ ചടപടാത്ത വാക്യങ്ങളുണ്ട്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ എന്ന് വരേണ്ടതിന് എവിടെ പകർന്നിരിക്കുന്നു? ഇത് ഞങ്ങൾക്ക് മൺകൂടാരങ്ങൾ, അത് നമ്മുടെ ശരീരമാണ്. അപ്പൊ ശരീരത്തിലാണ് ഇത് പകർന്നിരിക്കുന്നത്. അതിന് യുക്തമായൊരു വാക്യം, ആത്മാവിന്റെ അധിവാസം എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. അതെന്ന് പറയുന്നത് 2 തിമോഥെയോസിന്റെ ലേഖനം 1:14 വാക്യമാണ്. നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് എവിടെ വസിക്കണം? നമ്മിൽ അധിവസിക്കണം. അത് നമ്മുടെ രാത്രികളിലും പകലുകളിലും, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ബിസിനസ് മേഖലയിലും ജോലി തിരക്കിലും യാത്രയിലും എല്ലാം ആത്മാവ് എവിടെ വസിക്കണം? അകത്ത്. അതിനെയാണ് ആത്മാധിഷ്ഠിത ജീവിതം എന്ന് പറയുന്നത്. ബോധ്യമാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവപ്രസാദ യോഗ്യം, ക്രിസ്തു കേന്ദ്രീകൃതം, ആത്മനിയോഗിതം. കണ്ടോ? അപ്പൊ പരിശുദ്ധ തൃത്വവുമായിട്ടുള്ള ആന്തരിക രമ്യതയായി. അതായത് സംഗതി. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, ആത്മാവ് നമ്മിൽ അധിവസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ തൃത്വവുമായി നമുക്കൊരു നല്ല ആന്തരിക രമ്യത സംഭവിക്കുക. ഈ രമ്യതയാ വേണ്ടത്, ബന്ധമല്ല വേണ്ടത്. പിന്നെന്തോ വേണം? ആന്തരിക രമ്യത, ഇന്റേണൽ റിലേഷൻ നമുക്ക് ആകാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ധന്യമായി മാറുന്നത്. ഹല്ലേലൂയ. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ. വായിച്ച വാക്യത്തിലേക്ക് വരികയാണ്. 2 യോഹന്നാന്റെ ലേഖനം 9 വാക്യം. ലേഖനങ്ങൾ യോഹന്നാൻ നമുക്ക് 3 തന്നിട്ടുണ്ട്. യോഹന്യകൃതികൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ 5 അറിയാമോ? മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് പോലെ യോഹന്യകൃതികൾ എത്ര ഉണ്ട്? യോഹന്നാൻ എഴുതപ്പെട്ട കൃതികൾ 5 യോഹന്നാൻ എഴുതിയിട്ടുള്ളൊരു സുവിശേഷ ഗ്രന്ഥം, യോഹന്നാൻ എഴുതിയ 3 ലേഖനങ്ങൾ, പിന്നൊരു പ്രവചന ഗ്രന്ഥം. അങ്ങനെ എത്ര കൃതികളുണ്ട്? 5 കൃതികൾ. വളരെ ഉജ്ജ്വലങ്ങളാണ്. ക്രിസ്തുവിന്റെ ദൈവത്വ മഹിമയുടെ ആഴങ്ങൾ വിശദീകരിക്കുന്ന ഈ 5 കൃതികളും ഗംഭീരമാണ്. ഹൈ ക്രിസ്റ്റോളജി എന്ന് പറയുന്ന, കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞു തന്നു. ഹൈ ക്രിസ്റ്റോളജി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ക്രിസ്തു ശാസ്ത്ര പഠനത്തിൽ ഒഴിവാക്കാനാവാത്തൊരു സംഗതിയാണ് ഹൈ ക്രിസ്റ്റോളജി അല്ല, പിന്നെ ഹൈ, HIGH, ഹൈ എന്ന് പറഞ്ഞാൽ ഉന്നത ക്രിസ്തു വിജ്ഞാനീയം എന്നാണ് പറയുന്നത്. ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു അനുഗ്രഹിക്കപ്പെട്ട പാഠമാണ്, ഉന്നത ക്രിസ്തു വിജ്ഞാനീയം എന്ന് പറയുന്നത്. യോഹന്നാന്റെ ലേഖനം, സുവിശേഷ ഗ്രന്ഥം തുടങ്ങുമ്പോൾ തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ വചനമാണ് ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച്, വചനമാണ് ക്രിസ്തു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ തുടക്കം തന്നെ ഹൈ ക്രിസ്റ്റോളജിയാണ്. പിന്നെ യോഹന്നാന്റെ സുവിശേഷ ഗ്രന്ഥത്തിലുടനീളം ക്രിസ്തുവിന്റെ ഔന്നത്യം, ക്രിസ്തുവിന്റെ ഉത്തുംഗ പ്രതാപം അതിശക്തമായി വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ കൃതികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചിന്ത നിങ്ങൾ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ മുഖവരയുടെ ചിന്തകൾ ഓർത്തിരിക്കണം. യോഹന്നാൻ തന്റെ കൃതികൾ 5 എഴുതുന്നത് AD 93 ശേഷമാണ്. ചില പണ്ഡിതന്മാർ 95 ശേഷം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അറിയണം, യോഹന്നാൻ പുതിയ നിയമത്തിന്റെ ബാക്കി ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പൗലോസിന്റെ റോമാലേഖനം മുതൽ ഫിലേമോന്റെ ലേഖനം വരെയുള്ള 13 ലേഖനങ്ങൾ, എബ്രായ ലേഖനം പൗലോസിന്റെ തന്നെയാണെന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ 14 ലേഖനങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷ ഗ്രന്ഥം, മർക്കോസ് എഴുതിയ സുവിശേഷ ഗ്രന്ഥം, ലൂക്കോസ് എഴുതിയ സുവിശേഷ ഗ്രന്ഥം, യാക്കോബിന്റെയും പത്രോസിന്റെയും യൂദായുടെയും എല്ലാം ലേഖനങ്ങൾ ആര് കണ്ടിട്ടുണ്ട്? ആര് വായിച്ചിട്ടുണ്ട്? യോഹന്നാൻ വായിച്ചിട്ടുണ്ട്. മനസ്സിലായോ? പക്ഷെ യോഹന്നാന്റെ ഈ 5 കൃതികളും വേറെ ഇവരാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. യോഹന്നാൻ എഴുതിയ സുവിശേഷ ഗ്രന്ഥം പൗലോസ് കണ്ടിട്ടില്ല, മത്തായി കണ്ടിട്ടില്ല, മർക്കോസ് കണ്ടിട്ടില്ല, പത്രോസ് കണ്ടിട്ടില്ല, അവരാരും കണ്ടിട്ടില്ല. തൻ്റെ ലേഖനങ്ങളും അവരാരും കണ്ടിട്ടില്ല. വെളിപ്പാട് ദിവസം അവരാരും കണ്ടിട്ടേ ഇല്ല. കാരണം എന്താ? അവരെല്ലാവരും ഇമ്പങ്ങളുടെ തീരമണഞ്ഞ ശേഷമാണ് യോഹന്നാൻ ഇത് എഴുതുന്നത്. പക്ഷെ അവരുടെ കൃതികളെല്ലാം ആര് കണ്ടിട്ടുണ്ട്? യോഹന്നാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആദ്യത്തെ സുവിശേഷ ഗ്രന്ഥങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 ഗ്രന്ഥങ്ങളുടെയും ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആണ് യോഹന്നാൻ ഒരു കൃതി എഴുതുന്നത്. കാരണം മത്തായി യേശുവിനെ അവതരിപ്പിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ്. മർക്കോസ് യേശുവിനെ അവതരിപ്പിക്കുന്നത് വിധേയത്വമുള്ള, വിനയമുള്ള, എളിമയുള്ള ദാസനായ
ദാസനായിട്ട് തന്നെയാണ്. ലൂക്കോസ് അവതരിപ്പിക്കുന്നത് പക്ക മനുഷ്യനായിട്ടാണ് അവതരിപ്പിക്കുക. അപ്പൊ ഈ 3 ഗ്രന്ഥങ്ങളും ആഴത്തിൽ പഠിച്ച യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി. യേശു രാജാവാണെന്നും നല്ല ദാസനാണെന്നും നല്ല മനുഷ്യനാണെന്നും പറഞ്ഞ പോരാ, യേശുവിന്റെ ദൈവത്വം പറയണം. ആ ദൈവത്വത്തിന് വേണ്ടിയാണ് യോഹന്നാൻ തന്റെ പുസ്തകം എഴുതുന്നത്. മനസ്സിലായോ? പക്ഷെ ആ പുസ്തകം പൗലോസ് പോലും എന്ത് ചെയ്തിട്ടില്ല. അവരൊക്കെ AD 70 മുമ്പേ ഇവരെല്ലാവരും മരണപ്പെട്ടു. 75 ആയപ്പോഴത്തേക്ക് പൂർണ്ണമായി അപ്പോസ്തലന്മാരെല്ലാവരും പോയി. പക്ഷെ അപ്പോഴും ദീർഘായുസ്സ് കൂടിയിരുന്നൊരു മനുഷ്യനാണ് ആര്? യോഹന്നാൻ. യോഹന്നാന്റെ കൃതികൾ അവരാരും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ വായിച്ചിട്ടുള്ളതുപോലെ അവർക്കാർക്കും ഇത് കിട്ടിയിട്ടില്ല. പക്ഷേ ക്രൈസ്തവ ലോകത്തിൽ ഏറ്റവും ഉന്നതമായ ദൈവശാസ്ത്ര വിചിന്തനങ്ങൾ ഇതിനെല്ലാം ഉണ്ട്. വിശേഷിച്ച് യോഹന്നാന്റെ ലേഖനത്തിലുമുണ്ട്. 2-ാം ലേഖനം 9-ാമത് വാക്യത്തെയാണല്ലോ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാന്യ കർത്തൃദാസൻ അനുവദിച്ച് സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് അതുമായി ഇനി ബന്ധപ്പെട്ട ചില ആലോചനകൾ വേഗം തരാം. പാസ്റ്റർ ബെന്നി അവരുടെ പ്രസംഗം കേൾക്കാനും കൂടെയുള്ള താല്പര്യത്തോടെയാണ് ഞാനായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വേഗം ഈ ചിന്തകളിലേക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അതിനെ ഞാൻ 2ആയി വിഭജിക്കുന്നു. ക്രിസ്തുവിന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? 1, ക്രിസ്തു ആരാണെന്ന ഉപദേശം. ഓക്കെ. 2, ക്രിസ്തു എന്ത് പഠിപ്പിച്ചു എന്ന ഉപദേശം. ഇത് രണ്ടും കൂടെ സമഞ്ജസമായി സമ്മേളിപ്പിക്കപ്പെടുമ്പോഴാണ് ക്രിസ്തുവിന്റെ ഉപദേശമാകുന്നത്. ദ ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഹു ഈസ് ക്രൈസ്റ്റ്. അത് മാത്രമല്ല, കർത്താവ് എന്താ പഠിപ്പിച്ചത്, വാട്ട് ഈസ് ഹിസ് ടീച്ചിങ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്തോ ആകുന്നത്? ക്രിസ്തുവിന്റെ ഉപദേശം. ഇതിനകത്ത് നിൽക്കാത്ത ഒരൊറ്റ വ്യക്തിക്കും ദൈവം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ദൈവമില്ല. അപ്പൊ ദൈവമുള്ളവരാരാന്ന് പറ. ദൈവമുള്ളവരാരാ? ബഥേൽ, രഹബോത്ത്, പെനിയേൽ എന്ന് വീട്ടിൽ താമസിക്കുന്നവരെല്ലാം ദൈവമുള്ളവരാന്ന് പറയാൻ പറ്റത്തില്ല. അന്നമ്മ, ചിന്നമ്മ, ശോശാമ്മ, മേഴ്സി, ഷൈനി, ജെസി, എബി, മാത്യു, പാപ്പച്ചൻ, കറിയാച്ചൻ, തങ്കച്ചൻ എന്നൊക്കെ പറയുന്ന പുള്ളികളെല്ലാം ദൈവമുള്ളവരാന്ന് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. ആ പേരുകാരൊന്നും ഇവിടെ ഇല്ലെന്നുള്ളതിനായി സ്വത്രം ഉണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ സാങ്കല്പിക കഥാപാത്രങ്ങളെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ എല്ലാം ഓർക്കുക. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ക്രൈസ്തവ ചുവയുള്ള പേരുകാരെല്ലാം ദൈവമുള്ളവരാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവമുള്ളവരാകണമെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്നേ പറ്റത്തുള്ളൂ. ഉപദേശത്തിന് പ്രാധാന്യതയില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നാം വരിക. നമ്മുടെ ക്രൂസൈഡ്, സെമിനാർ, കൺവെൻഷൻ ആദിയായ ക്യാമ്പുകൾ ഇതെല്ലാം തകൃതിയായി നടത്തുന്നുണ്ട്. ലക്ഷങ്ങളാണ് ഇതിന്റെ പിന്നിൽ പൊടിപൊടിക്കുക. പക്ഷെ സങ്കടം തോന്നുന്ന ഒരു കാര്യം, അതിൽ 10 ക്രൂസൈഡിൽ 7 എണ്ണത്തിൽ ഉപദേശം പ്രസംഗിക്കുന്നില്ല ആരും. ജനത്തെ കൂട്ടുക, അവരുടെ ഏതെങ്കിലുമൊക്കെ വർത്തമാനകാല പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥിക്കുക, പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം. പാസേ എനിക്ക് ഉടനെ പ്രാർത്ഥിക്കണേ പാസേ എന്ന് പറഞ്ഞ് അങ്ങ് പുറകേന്ന് വരുന്ന പൊടിയമ്മാമയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ പാസ് ചോദിക്കുക, എന്താ അമ്മാമ്മയുടെ പേര്? പൊടിയമ്മാമ. എന്താ പൊടിയമ്മാമ്മയുടെ വിഷയം? എൻ്റെ പാസേ പൊടിഞ്ഞെന്നൊക്കെ പറഞ്ഞറിയാം. എന്തോ പൊടിഞ്ഞ്? മൈഗ്രെയിൻ, തലവേദന, വിട്ടുമാറാത്ത തലവേദന. ഓക്കെ. അത് എത്ര കൊല്ലമായി? 15 കൊല്ലമായി. ഓ സ്വത്രം. പ്രാർത്ഥിക്കുക. കൃപയുള്ള ദൈവദാസൻ തലയിലോട്ട് കൈവച്ച ഒറ്റ പ്രാർത്ഥന, ഒരു ശാസനയും. പൊടിയമ്മാമ്മയുടെ പൊടിഞ്ഞി ഒറ്റ പോക്ക് പോകും. പൊടിഞ്ഞിയുടെ വഴിക്ക് പോകും. അത് കഴിഞ്ഞ് പൊടിയമ്മാമ്മയുടെ വഴിക്ക് പോകും. പിന്നെ ഈ പൊടിയമ്മാമ്മ യേശുവിൻ്റെ അടുക്ക വരണമെങ്കിൽ അടുത്ത പൊടിഞ്ഞു വരണം. മനസ്സിലായിരുന്നു? ഇങ്ങനെയാണ് നമ്മുടെ സെമിനാറുകളും ക്രൂസൈഡുകളും കൺവെൻഷനുകളും മിക്കടുത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ വീക്കം, താക്കം, മുട്ടൽ, ചതവ്, പൊള്ളൽ, പനി, തലവേദന ആദിയായ സകല സംഗതികളും സൗജന്യമായി ചികിത്സിക്കുന്ന ഒരു നാട്ടുവൈദ്യനായി മാത്രം യേശുവിനെ അവതരിപ്പിക്കുമ്പോൾ യേശു ആരാണെന്ന് ഇന്ന് പകലിൽ നാം അറിഞ്ഞേ പറ്റുകയുള്ളൂ. നമ്മുടെ വർത്തമാനകാല പ്രതിസന്ധികൾക്ക് താൽക്കാലിക പരിഹാരം വരുത്തുന്ന ഒരുവനല്ല യേശു എന്ന് പറയുന്ന ആളത്തെ മഹിമയുടെ ഔന്നത്യം നാം അറിയണമെങ്കിൽ യേശു ആരാണെന്ന് നമ്മൾ അറിയണം. ക്രിസ്തു ആരാണ് എന്നുള്ളതാണ് ആദ്യം നാം ചിന്തിക്കുക. ഓക്കെ. ക്രിസ്തു എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിശദമായി ചിന്തിച്ചത് കൊണ്ടാണല്ലോ നമ്മുടെ സഹോദരങ്ങൾ സ്നാനത്തിന് തയ്യാറാകുന്നത്, മനസാന്തരത്തിലേക്ക് തയ്യാറായത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ക്രിസ്തു ആരാണ് എന്ന് പഠിക്കണം. ക്രിസ്തു ആരാണ് എന്ന് പഠിക്കുമ്പോൾ 2 അതിപ്രധാന ചിന്തകൾ അതിനകത്തുണ്ട്. 1, ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം. 2, ദൈവത്വത്തിന്റെ മഹത്വം. ഒന്നെന്തുവാ? മനുഷ്യത്വത്തിന്റെ തിളക്കം. പക്ക മനുഷ്യന്, കുറ്റമില്ലാത്ത, തെറ്റില്ലാത്ത, കുറവില്ലാത്ത, വളവില്ലാത്ത, പുറവില്ലാത്തൊരു മനുഷ്യൻ. ഒരു വിധത്തിലുള്ളതായിരിക്കുന്ന ഉപായമോ ചതിവോ വഞ്ചനയോ ഇല്ലാത്തൊരു മനുഷ്യൻ. കാര്യസാധ്യത്തിനു വേണ്ടി യാതൊരു വിധത്തിലുള്ള തന്ത്രങ്ങളും മെനയാത്ത നേരിന്റെ നേർക്കാഴ്ചയായ ഒരു മനുഷ്യത്വം, ഒരാളത്വമാണ് ആരെന്ന് പറയുന്നത്?
ക്രിസ്തു. ഹല്ലേലൂയ. 3 വാക്യങ്ങൾ യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ മഹിമയ്ക്കായി ഓർത്തിരിക്കണം. ഒന്ന്, ജനിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞ്, അങ്ങനെയാണെന്ന് പറഞ്ഞേ. അപ്പോഴുണ്ടാകുന്ന പൈതൽ, അങ്ങനെയാണോ പറഞ്ഞേ? പിന്നെന്താ പറഞ്ഞേ? വിശുദ്ധ പ്രജ. കണ്ടോ, എങ്ങനെയുള്ള പ്രജ? അങ്ങനെ ഒരുവനെ കുറിച്ച് വേറെ ആരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ജനിക്കാൻ പോകുന്നത് എങ്ങനെയുള്ള കുഞ്ഞാന്ന? വിശുദ്ധ പ്രജ എന്നാ പറഞ്ഞത്. പക്ഷെ ആ വിശുദ്ധ പ്രജ എന്ന് മുൻനിർണയിച്ച ആ പ്രയോഗത്തിനും വിശേഷണത്തിനും ഒരു മാറ്റവും വരുത്താതെയാണ് അവന്റെ ബാല്യവും യൗവനവും നയിച്ചത്. വിശുദ്ധ പ്രജ തന്നെയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ വാക്യം മറക്കരുത്. ലൂക്കോസ് 1:35 യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കമാർന്ന ആ പ്രകാശത്തിന് ഉതകുന്ന വാക്യശകലം മറക്കരുത്. ലൂക്കോസ് 1:35. കുഞ്ഞുങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? മക്കളെ, ജനിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ കുറിച്ച് പറയുകയാണ്. എങ്ങനെയുള്ളതായിരിക്കുന്ന? വിശുദ്ധ പ്രജ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വിശുദ്ധ പ്രജ. അടുത്ത വേറൊരു വാക്യമുണ്ട്. യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ വ്യക്തമായി തിളക്കം രേഖപ്പെടുത്തുന്ന മറ്റൊരു വാക്യം യോഹന്നാൻ 8:46. യോഹന്നാൻ 8:46. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം. നിങ്ങളിൽ ആർക്കെന്നെ പാപം ഞാൻ ചെയ്തു എന്ന് ആർക്ക് ബോധം വരുത്താമെന്ന് യേശു ചോദിച്ചവരുടെ ചോദ്യം ഉലകത്തിൽ ഒരു വ്യക്തി ചോദിച്ചിട്ടില്ല. അതാ മറ്റു സഹാക്കന്മാരെ പ്രസംഗിക്കാനും പാടാനും ഞങ്ങൾ ഇറങ്ങാതെ യേശുവിനെ മാത്രം പ്രസംഗിക്കുന്നത്. അഭിമാനമുണ്ട്. ഇവിടെ രാഷ്ട്രത്തലവന്മാരും രാഷ്ട്ര നയതന്ത്രജ്ഞന്മാരും ദാർശനിക പ്രബോധകന്മാരും വിപ്ലവ നേതാക്കന്മാരും സാഹിത്യകാരന്മാരും ചെറിയ കഥ, നീണ്ട കഥ, പുതിയ കഥകളൊക്കെ എഴുതി മനുഷ്യന്റെ ദുർബല വികാരങ്ങളെ വ്രണപ്പെടുത്തി അവനെ കൊണ്ട് അധമമായത് ചെയ്യിക്കുവാൻ വേണ്ടി തൂലികത്തുമ്പിൽ ശേഷിയുള്ള നിരവധി ആളുകളുണ്ട്. അവരെ കുറിച്ചൊന്നും കമാന്നൊരക്ഷരമിണ്ടാതെ യേശു 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 എന്ന് മാത്രം പറയാനുള്ള കാരണം പാപമില്ലാത്തവനാണ് എന്റെ യേശു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു പാപവുമില്ലാത്തവൻ. യോഹന്നാൻ 8:46 മറക്കല്ലേ കുഞ്ഞുങ്ങൾ, ആരും മറക്കരുത്. യൂത്ത്സ് ആരും മറക്കരുത്. നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെ കുറിച്ച് അങ്ങനെയൊക്കെ ചോദിക്കാൻ നമുക്ക് തൻ്റെ ഇടമുണ്ടോ? നാട്ടുകാരോട് ഗോപിയും ശശിയും രമണിയും ഗോമതിയും കല്യാണിയും ഒന്നും കേട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോട് ചോദിക്കാം, മമ്മിക്ക് എൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറയാമോ? അങ്ങനെ ചോദിക്കാൻ ധൈര്യമുള്ള എത്ര മക്കളുണ്ട്? മമ്മിക്ക് ചോദിക്കാം, അവിടെ കുഞ്ഞെ നീ ഒരുമാതിരി പ്രായം മുതൽ എന്നെ കണ്ടു തുടങ്ങിയില്ലേ, മമ്മി എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് കുഴപ്പം എന്താന്ന് പറ. അങ്ങനെ ചോദിക്കാൻ എത്ര പേർക്ക് എന്നെ തോന്നിച്ച് നോക്കുന്നു, പേടിപ്പിക്കില്ലേ? പപ്പമാർക്ക് അങ്ങനെ ധൈര്യമുണ്ടോ? ഒരു മകൻ എന്ന നിലയിൽ പപ്പ പറയാ, വാട്ട്സ് മൈ പ്രോബ്ലം, എന്താ എൻ്റെ പ്രശ്നം എന്താ? പപ്പയ്ക്ക് ചൂണ്ടിക്കാട്ടാനുള്ള ഒരു പ്രശ്നം എൻ്റെ ഭാഗത്തുള്ളത് എന്താ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഇടവകയിലെ വികാരിയോട് ചോദിക്കാൻ പറ്റുമോ, പാസ്റ്ററേ എന്താ എൻ്റെ പ്രശ്നം? ഒരു സഭയുടെ അംഗമെന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് എന്താ തെറ്റ് ചോദിക്കാൻ നമുക്ക് പറ്റുമോ? ഇനി ഞങ്ങൾ ഉപദേശമാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ഒരു സുഖമാണല്ലോ. ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ ഇടവകയോട് ഞാനൊരു പാസ്റ്റർ എന്ന നിലയിൽ എൻ്റെ കുഴപ്പം എന്താണെന്ന് പറ. കൃപയിൽ നമ്മളാരും അങ്ങനെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ആരും ഉത്തരം പറഞ്ഞിട്ടുമില്ല. ചോദിക്കാൻ നമുക്കൊട്ട് ധൈര്യമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കേട്ടോ, ഒരുവൻ ചോദിക്കുക നിന്നുകൊണ്ട് അതിന് പെൻഷൻ പ്രായം പറ്റിയ കഴിഞ്ഞ ശേഷമല്ല ചോദിക്കുന്നത്. യുവത്വത്തിന്റെ പതഞ്ഞ രക്തം സ്ഥിരാന്തരകളിലൂടെ ഒഴുകുന്ന പ്രായത്തിൽ ചോദിക്കുക, ഞാനൊരു പാപം ചെയ്തെന്ന് നിങ്ങൾക്ക് ആർക്ക് ബോധം വരുത്താം? യേശുവിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്ന സന്തോഷം എത്ര പേർക്കുണ്ട്? ഓ, നമ്മുടെ കർത്താവ് ദോഷമില്ലാത്തവൻ, കുറ്റമില്ലാത്തവൻ, പാപമില്ലാത്തവൻ. നിയമത്തിന്റെ അവസാന വാക്കായി പീലാത്തോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്, ഞാനുമില്ലൊരു കുറ്റവും. അതാണ് യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കത്തിന്റെ മൂന്നാമത്തെ തെളിവ്. ഒന്നാമത്തേത് ലൂക്കോസ് 1:35, രണ്ടാമത്തേത് യോഹന്നാൻ 8:46, മൂന്നാമത്തേത് യോഹന്നാൻ 19:5-6. ഞാനിവല്ലൊരു കുറ്റവും. ഏത് വിസ്താര മണ്ഡപത്തിൽ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവുമില്ല. ഈ 3 വാക്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ഒരാവർത്തി കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ലൂക്കോസ് 1:35 വിശുദ്ധ പ്രജ എന്ന പ്രയോഗം. 2, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം. യോഹന്നാൻ 8:46. മൂന്നാമത്തെ വാക്യം യോഹന്നാൻ 19:5-6 വാക്യം, ഞാനിവല്ലൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പീലാത്തോസ് പറഞ്ഞ വാചകം, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി എന്തോ ചെയ്യണം? ക്രൂശിക്കണം. കുറ്റമില്ലെങ്കിൽ പിന്നെ വെറുതെ വിടുകയല്ലേ ചെയ്യണ്ടേ? കുറ്റമില്ലെങ്കിൽ വെറുതെ വിടണമല്ലോ. പക്ഷെ കുറ്റമില്ലാത്തവനെ നോക്കി പീലാത്തോസ് പറയാ, നിങ്ങൾ എന്തോ ചെയ്യണം? ഇവനെ കൊണ്ടുപോയി ക്രൂശിക്കണമെന്നാണ് പറയുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഹല്ലേലൂയ.
വളരെ മനോഹരമായൊരു ശ്രദ്ധ ഒരു കാര്യം ഞാൻ നിർദ്ദേശം വയ്ക്കുക. അടുത്ത ആഴ്ച ഞാൻ വീട്ടിൽ പോകും. അപ്പോൾ പിന്നെ നിർദ്ദേശം പറഞ്ഞ് ഞാൻ രക്ഷപ്പെടും. മനോഹരമായൊരു ആലയം. ഇതിൻ്റെ പൊട്ടിട്ട് ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ. മനസ്സിലായില്ല? ഇതിങ്ങനെ കഥകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ മുഴുവൻ ആളുകളുടെ ശ്രദ്ധ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. അപ്പോൾ ഇതിനൊരു ചേഞ്ച് വരുത്തണമെന്ന് എൻ്റെ ഒരു എളിയ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നമുക്ക് ആകെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ചിലരുണ്ട് എന്നോ വലിയ തിയോളജി പ്രസംഗിച്ചുകൊണ്ടെന്നാലും കഥകൾ തുറന്ന ഒരാൾ കയറി വന്നാൽ അയാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അയാൾ ഇരിക്കുന്നതും വരെ പുള്ളിയെ നോക്കും. അങ്ങനെ നോക്കി കഴിയുമ്പോഴേ വേറെ ആൾ എഴുന്നേറ്റ് പോകും. അപ്പോൾ ആ എഴുന്നേറ്റ് പോകുന്ന ആൾ നോക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ആലയത്തിന് പറ്റിയ ഒരു പുൽപിറ്റിന്റെ സ്ഥാനം അവിടെയാണ്. സ്ഥാനം നോക്കിയല്ലേ വീടെ പോയി. അങ്ങനെയാണ് പുൽപിറ്റിന് എന്തോ വേണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലേ, നമുക്ക് പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പരിഹരിക്കാം. അപ്പോൾ ഇതൊരു എല്ലാവരും അപ്പം അങ്ങോട്ട് നോക്കിയിരുന്നോളൂ. ഇവിടെ തുറക്കുന്ന അടയ്ക്കുന്നൊന്നും അവരെന്ത് ചെയ്തില്ല, കാണില്ല. നമുക്ക് മടങ്ങി വരാം. ഓക്കെ. ലൂക്കോസ് 1:35 പറയുന്നു വിശുദ്ധ പ്രജ. യോഹന്നാൻ 8:46 പറയുന്നു പാപം ആർക്ക് ചൂണ്ടിക്കാട്ടാം. യോഹന്നാൻ 19:5 പറയുന്നു അവൻ ഒരു കുറ്റവും കാണുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ ബാക്കി പറയാം. കുറ്റമില്ലെങ്കിൽ എന്തോ ചെയ്യണം? വിസ്തരിച്ച പ്രതിക്ക് കുറ്റമില്ലെങ്കിൽ എന്തോ ചെയ്യണം? വെറുതെ വിടണം. പക്ഷെ പീലാത്തോസ് പറയുന്നു ഇവരിൽ കുറ്റമില്ല, നിങ്ങൾ കൊണ്ടുപോയി എന്തോ ചെയ്യാനാണ്? അതിന് അങ്ങനെ പറയുന്നു. വൈരുദ്ധ്യതയുണ്ട്, നിയമവിരുദ്ധമല്ലേ അത്? അങ്ങനെ ചിന്തിക്കാം നമുക്ക്. പക്ഷേ സത്യത്തിൽ പീലാത്തോസ് പറയുന്നത് റോമൻ നിയമമല്ല, ലേവ്യ നിയമമാണ്. മറന്നുപോകരുത്. പീലാത്തോസ് പറയുന്നത് റോമൻ നിയമമല്ല. പീലാത്തോസിന് തിയോളജി അറിയത്തില്ല, പക്ഷെ അറിയാതെ പുള്ളി പറഞ്ഞു പോകുന്നത് ഏത് നിയമമാണ്? അത് ഞാൻ പറയും, എന്താണെന്ന് പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. യാഗത്തിനു വേണ്ടി കൊണ്ടുവരുന്നത് ആട്ടുകൊറ്റനെ, കാളക്കുറ്റനെ കൊണ്ടുവന്നാൽ ഉടനെ കഴുത്തറുത്ത് തൊലിയൊലിച്ച് കഷണമാക്കി വാരിയിട്ട് കത്തിക്കാറില്ല. പിന്നെന്തോ ചെയ്യുമെന്നറിയാമോ? കൊണ്ടുവന്ന ഈ മൃഗത്തെ ഈ നിരീക്ഷണ, പരീക്ഷണ, ഗവേഷണ, അന്വേഷണം നടത്തുന്ന ഒരു വിഭാഗം പുരോഹിതന്മാരുണ്ട്. പക്വതയുള്ള, പാകതയുള്ള പുരോഹിതന്മാർ, അപ്പച്ചന്മാർ പുരോഹിതന്മാർ. അവർക്കറിയാം ഇതിനെ നന്നായി പരിശോധിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ആ മൃഗത്തെ അടുപ്പിച്ചങ്ങോട്ട് നിർത്തിയിട്ട് ആദ്യം അതിന്റെ ലിംഗനിർണയം, ആണാട്ടിൻകുട്ടി തന്നാണോ കാളക്കുറ്റൻ തന്നാണോ എന്ന് പരിശോധിക്കും. ആണെന്ന് ഉറപ്പ് വന്നാൽ പിന്നെ പരിശോധിക്കുന്നതിന്റെ മാംസപുഷ്ടിയാണ്. ആടിന്റെയൊക്കെ പുറത്തോട്ട് പെടലിക്കോട്ട് വിരലിങ്ങനെ അങ്ങോട്ട് വിരിച്ച ഒറ്റ തടവ്, വാലറ്റം വരെ തടവുമ്പോൾ ഈ അപ്പച്ചന്മാർക്ക് എത്ര കിലോ ഇറച്ചി ഉണ്ടെന്നറിയാം. ആട്ടുചന്ത പോയിട്ടുണ്ടോ? പണ്ട് നാട്ടിലുണ്ടായിരുന്നപ്പം ഇങ്ങനൊക്കെ നോക്കിയ മാംസപുഷ്ടി നോക്കുക. പിന്നെ അതിന് ഏന്ത്, ഉളുക്ക്, ചതവ്, ഒടിവ്, പല്ലിന്റെ എണ്ണം, നാക്കിന് ലക്ഷണം വല്ലതും ഉണ്ടോ നടത്തി നോക്കുക. വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല എന്ന് ബോധ്യമായ ഈ നിരീക്ഷണ വിഭാഗത്തിന്റെ മേധാവി അവിടെ നിന്നുകൊണ്ട് ഒറ്റ വാക്ക് പറയും. ആ വാക്കാണ് ഹാഗ്നിയ. എന്താണ് വാദം? ഹാഗ്നിയ. അത് ഗ്രീക്ക് വേർഡാണ്. പക്ഷെ പഴയ കാലത്തെ പുരോഹിതന്മാർ എബ്രായ ഭാഷ തനിമയോടെ ഉപയോഗിച്ചിരുന്നത്. എബ്രായ ഭാഷ ഉപയോഗിക്കുന്ന പുരോഹിതന്മാർ അവിടെ നിന്നുകൊണ്ട് പറയും താമീം. ഒറ്റ പദമേ പറയൂ, നീട്ടിപ്പരത്തി ഒന്നും അധികം പറയില്ല. താമീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾ ഇതിനെ നന്നായി പരിശോധിച്ചു, ഒരു കുറ്റവും ഒരു കുറവും ഇതിനില്ല. ആ പദമാണ് ഏത്? തമീം. തമീം എന്ന ഹീബ്രു വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു പദം നിങ്ങൾ സൗദിയിൽ ഉപയോഗിക്കുന്നുണ്ടാവും ഒരു പക്ഷേ. തമാം. തമാം എന്ന പദം അറിയാം. എന്താ തമാം എന്ന വാക്കിന്റെ അർത്ഥം? ഓൾ കറക്റ്റ്, ഗുഡ് എന്നുള്ളതാണ്. ആ തമാം എന്ന ഗുഡ്, ഓൾ കറക്റ്റ് എന്ന പ്രയോഗത്തിന്റെ സൂപ്പർലേറ്റീവ് ആണ് തമീം എന്ന ഹീബ്രു വേർഡ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? തമീം. അപ്പൊ പുരോഹിതനാകെ ഒറ്റ പദമേ പറയും. പരിശോധന കഴിഞ്ഞാൽ ഒരു കുറ്റവും ഇല്ലെങ്കിൽ പുരോഹിതനോട് എന്നോട് പറയും തമീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ പരിശോധിച്ചു, കുറ്റമില്ല, നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ കൊണ്ടുപോയി യാഗമാക്കുകയും. കണ്ടോ? അപ്പൊ പരിശോധിച്ചിട്ട് കുറ്റമില്ലെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റുള്ളൂ? കമോൺ, എന്റെ കൂടെ നിന്ന്. പരിശോധിച്ചിട്ട് കുറ്റമില്ലെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റുള്ളൂ? യാഗമാക്കണം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് വല്ലാതെ തോന്നുന്നു. പരിശോധിച്ചിട്ട് കുറ്റമില്ലെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റൂ? യാഗമാക്കാൻ പറ്റുകയുള്ളൂ. ഇനി പീലാത്തോസിന്റെ വിസ്താരവും കൂടി ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത്, പീലാത്തോസ് വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടില്ല. ഒടുവിൽ അവൻ പറയാം നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിച്ചോ. പീലാത്തോസിന് ഞാൻ ഈ പറഞ്ഞ തിയോളജി അറിയത്തില്ല, പക്ഷെ അറിയാതെ തന്റെ വായിൽ നിന്ന് വന്ന വാചകൻ രണ്ടും കൂടെ ഒന്നിച്ചു വരുന്നുണ്ട്. 19:5 ഞാനും വലിയൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിപ്പീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ക്രൂശിതനായ കർത്താവ് കുറ്റമില്ലാത്തവനാണ്, പാപമില്ലാത്തവനാണ്, ദോഷമില്ലാത്തവനാണ്. അതുകൊണ്ട് നിർദോഷ രക്തം, നിഷ്കളങ്ക രക്തം, വിലയേറിയ രക്തം, കുറ്റമില്ലാത്ത രക്തം എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ
യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കത്തിന്റെ 3 വാക്യങ്ങളും അതിന്റെ ചിന്തകളും കിട്ടിയവർ കാര്യങ്ങൾ വരുന്ന കർത്താവിനെ സ്തുതിച്ചു. ക്രിസ്തു ആര് എന്നാദ്യം പഠിക്കുമ്പോൾ കുറ്റമില്ലാത്തവൻ, കുറവില്ലാത്തവൻ, നിർദോഷി, നിഷ്കളങ്കൻ, പാപികളോട് വേറിട്ടവൻ, പവിത്രൻ, കണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി യോഗ്യതകൾ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ച് പറയാനുണ്ട്. എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? ആ യേശുവെ പോലെ നമായി തീരണം. നമ്മുടെ മനുഷ്യത്വത്തിന്റെ നാൾ വഴികളിൽ ആരും നമ്മെ കുറ്റം ചാർത്തരുത്. നമ്മുടെ പോക്ക്, നമ്മുടെ വരവ്, നമ്മുടെ കഴിപ്പ്, നമ്മുടെ കുടിപ്പ്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഭാഷണം, നമ്മൾ മുട്ടിയത്, തട്ടിയത്, ഒരുമിയത്, ഒരഞ്ഞത്, നമ്മൾ നിന്നത്, പോയത്, നമ്മൾ വാങ്ങിയത്, കൊടുത്തത്, ഇതിനൊന്നും ആർക്കും ഒരു കുറ്റവും പറയാനുണ്ടാകരുത്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ പൊക്കം എവിടെയും ഇല്ലാതെയായി പോകരുത്. നമുക്കൊരു പൊക്കമുണ്ട്, ശരീരത്തിന്റെ പൊക്കമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആത്മീയതയ്ക്കൊരു ഉയർച്ചയുണ്ട്. ആ ഉയർച്ചയെന്നും താണു പോകാനിടയാകരുത്. ഇസ്രായേൽ ജനത്തിൽ മുഴുവൻ ആളുകളെയും നിരത്തി നിർത്തി അതിന് നടുക്ക് ശൗലിനെ നിർത്തിയാൽ ആർക്കാ തോൾ മുതൽ പൊക്കം? ഇസ്രായേൽ ജനത്തിൽ എല്ലാവരെക്കാൾ തോൾ മുതൽ ആർക്ക് പൊക്കമുണ്ടായിരുന്നു? ശൗലിന് പൊക്കമുണ്ടായിരുന്നു. പക്ഷെ ഗോലിയാത്തിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ ആ പൊക്കം എങ്ങോട്ട് പോയെന്ന് ചോദ്യം. ഗോലിയാത്തിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ അവന് പൊക്കമില്ലാതെ പോയി. അവന്റെ പാതി പൊക്കമില്ലാത്ത ഒരുവൻ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നത്, ഞാൻ നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഹല്ലേലൂയ. നമ്മളെ ആകർഷിക്കുന്ന, നമ്മളെ വശീകരിക്കുന്ന ഒരു തന്ത്രങ്ങളുടെയും മുൻപിൽ നമ്മുടെ പൊക്കം കുറഞ്ഞു പോകരുത്. അതാണ് നാം തിരിച്ചറിയുക. അതാണ് മനുഷ്യത്വത്തിന്റെ തിളക്കം എന്ന് പറയുന്നത്. സ്വതന്ത്രം പറഞ്ഞാൽ കാര്യങ്ങൾ ഉയർത്തി. ഓ ഹല്ലേലൂയ. അടുത്തത് യേശു ആരാണെന്ന് പഠിക്കുമ്പോൾ അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്വത്തിന്റെ മഹത്വമാണ്. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരും വിശ്വസിക്കുന്നില്ലേ? ചോദ്യം കേൾക്കാനില്ല. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിന്റെ ദൈവത്വത്തെ ആകമഴിഞ്ഞ് ഏറ്റെടുത്ത നമ്മുടെ ക്രിസ്ത്യ ജീവിതം വിജയമായി മാറും. യേശു സാക്ഷാൽ സത്യദൈവമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശം വൈകി പിന്നെയും പ്രിയപ്പെട്ടവർ വരുന്നത് കൊണ്ട് ഒഴിവാക്യം പിന്നെയും പുറകോട്ട് പോകേണ്ടി വരികയാണ്. 2 യോഹന്നാന്റെ ലേഖനം 9-ാം വാക്യം. ക്രിസ്തുവിന്റെ ഉപദേശം. ക്രിസ്തുവിന്റെ ഉപദേശം എന്ന് പറയുമ്പോൾ ക്രിസ്തു ആരാണെന്ന ഉപദേശം, അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു ആരാണ്? മനുഷ്യത്വത്തിൽ എന്തുള്ളവനാണ്? തിളക്കമുള്ളവന്. ആ വാചകം മറക്കരുത്. മനുഷ്യത്വത്തിൽ എന്തോ ഉണ്ട്? കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിന് മനുഷ്യത്വത്തിൽ എന്തോ ഉണ്ട്? തിളക്കം. ഒരു കുറ്റവും പറയാനില്ല. അടുത്ത നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്വത്തിൽ മഹത്വമുള്ളവനാണ്. ക്രിസ്തു ആരാ? ദൈവത്വത്തിൽ മഹത്വമുള്ളവനാണ്. യേശുവിന്റെ ദൈവത്വം 1 2 3 4 5 വേഗം ഞാൻ പറയാം. ബെന്നി പാസ്റ്ററുടെ സന്ദേശം കേൾക്കാൻ നിങ്ങൾ ആവലോടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഒരു പ്രാവശ്യം എന്നെ കേട്ടതാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങളൊന്ന് കയറ്റിവിട മനുഷ്യ എന്ന് നിങ്ങളുടെ ചിലരുടെ മുഖമെങ്കിലും എന്നോട് സംവദിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം ഈ യേശുവിൻ്റെ ദൈവത്വം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സമയം കൊടുക്കാൻ ഞാനും ആവലോട് കാത്തിരിക്കുന്നു. തൻ്റെ സമയം അദ്ദേഹം ക്രമീകരിച്ച യോഗങ്ങളിൽ ഞാൻ നാട്ടിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. അതിന് ദൈവം എനിക്ക് ഈ രാജ്യത്തൊരവസരം തന്നപ്പോൾ അത് പരമാവധി വിനിയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമ്മുടെ കർത്താവ് ദൈവമാണ്. ദൈവമെന്ന് പറയുമ്പോൾ ഭാരതം ചൂണ്ടിക്കാട്ടുന്ന ഏതെങ്കിലും ഇന്ദ്രജാല മഹേന്ദ്രജാല കഴിവുള്ള ദൈവമല്ല. ആവാഹന ശക്തികളോ സങ്കല്പമൂർത്തികളോ ആയിട്ടുള്ള ഒത്തിരി ദൈവങ്ങളുണ്ട്. അതിലൊന്നല്ല നമ്മുടെ കർത്താവ്. മനസ്സിലാകുന്നുണ്ടോ? ശില്പവൈദഗ്ധ്യം കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ശില്പചാതുര്യതയുടെ ദൈവമല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ നാട്ടിന്റെ സ്ഥിതി പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവിടെ എന്താ ദൈവം എന്ന് ചോദിച്ചാൽ എല്ലാം ദൈവമായി. എന്താണ് അവിടെ ദൈവം അല്ലാത്തതെന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. ഒഴുകുന്ന പുഴ ദൈവമാണ്, ഇലച്ചാർത്തുള്ള വൃക്ഷം ദൈവമാണ്, ഭയങ്കരമായി വീശിയടിക്കുന്ന കാറ്റ് ദൈവമാണ്, വിഷപ്പാമ്പ് ദൈവമാണ്, കണ്ടില്ലേ, മത്സ്യം ദൈവമാണ്, കപ്പമാന്താൻ രാത്രി വരുന്ന എലി വരെ അവിടെ ദൈവമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതാ നമ്മുടെ ഭാരതത്തിന്റെ ദൈവസങ്കല്പം. കാട്ടുമൃഗങ്ങൾ, നാട്ടുമൃഗങ്ങൾ ഒക്കെ ദൈവങ്ങളാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഇന്ദ്രജാല ശേഷിയുള്ള സ്ത്രീയും പുരുഷനും അവിടെ ദൈവങ്ങളായി പരിണമിക്കപ്പെടാൻ നാളുകൾ അധികം വേണ്ട. അങ്ങനെ ഒത്തിരി ആൾ ദൈവങ്ങൾ അവിടെയുണ്ട്. പക്ഷെ ഈ ദൈവങ്ങൾ 33 കോടി ഉണ്ടെങ്കിലും അതിന് മീതെ ഒരു സത്യദൈവമുണ്ട്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ആശ്രയിപ്പാൻ യോഗ്യനായവൻ, ആരാധിപ്പാൻ യോഗ്യനായവൻ. ഓ, അങ്ങനെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നാം അറിയേണ്ടത്. അത് ക്രിസ്തു എന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറെ പദങ്ങൾ പറയാൻ ശ്രദ്ധിച്ചു കക്ഷണം. കുറിച്ചെടുക്കണം വേണമെങ്കിൽ, എന്നിട്ട് അതിനെ ആഴത്തിൽ ചിന്തിക്കണം. ഒന്ന്, ഈ ദൈവത്തെ അറിയണം. ഈ ദൈവത്തെ എന്തോ ചെയ്യണം? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, വിഷയങ്ങൾ ഒത്തിരി അറിയാം. പക്ഷെ ആ അറിവിന്റെ കൂട്ടത്തിൽ ഈ ദൈവത്തെ കുറിച്ച് എന്ത് ചെയ്യണം? അറിയണം. ഒന്ന്, അറിയണം. രണ്ട്, അനുസരിക്കണം.
ഈ ദൈവത്തെ എന്തോ ചെയ്യണം? ക്രിസ്തു എന്ന ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ള ഉപദേശങ്ങൾ ആരോടും അനുവാദം ചോദിച്ച് നിൽക്കാതെ അനുസരിക്കാൻ തയ്യാറാകണം. അത് മാനസാന്തരമെങ്കിൽ, അത് സ്നാനമെങ്കിൽ, അത് ആത്മനിറവിന്റെ അന്യഭാഷ ഭാഷണത്തോടെ ആരാധനയെങ്കിൽ, അത് വിശുദ്ധി വേർപാടെങ്കിൽ, അത് കർത്താവ് അനുശാസിക്കുന്നത് എന്തും എന്തോ ചെയ്യണം? അനുസരിക്കണം. അനുസരിച്ചാൽ മാത്രമേ നാം നീതിയുള്ളവരാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നീതി. അതുകൊണ്ട് സ്നാനം എന്ന വിഷയമൊക്കെ ഞങ്ങൾ ആധികാരികമായി പറയുന്നത് സ്നാനപ്പെട്ടേ പറ്റൂ, എങ്ങനെയെങ്കിലുമല്ല, കർത്താവ് കാണിച്ച രീതിയും പ്രകാരം സ്നാനപ്പെട്ടേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പം ഒന്ന് എന്തോ ചെയ്യണമെന്നാ പറഞ്ഞേ? അറിയണം. രണ്ടാമത് എന്തോ ചെയ്യണം? അനുസരിക്കണം. മൂന്നാമത് ആരാധിക്കണം. ഈ ദൈവത്തെ മാത്രം എന്തോ ചെയ്യണം? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ. ആ മാത്രം എന്ന പദത്തിന് അടിയില വര കൊടുക്കേണ്ടത്. നിന്റെ ദൈവമായ കർത്താവിനെയും ആരാധിക്കാനല്ല, പിന്നെ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് വേറെ പലരും ചിലതും വരും ഞാനും ആരാധ്യനാണെന്ന് പറഞ്ഞു. പക്ഷേ അതിനോട് നോ പറഞ്ഞിട്ട് ക്രിസ്തു എന്ന ദൈവത്തെ മാത്രം ആരാധിക്കാൻ കഴിയുന്നു. എത്ര പേര് അതിന് തയ്യാറാണ്? എത്ര പേര് അതിന് തയ്യാറാണ്? ഹല്ലേലൂയ. ഗൾഫിലെ വിശ്വാസികൾ എല്ലാവരുമല്ല, പലരെ കുറിച്ചും നേരിട്ടറിയാവുന്നത് കേട്ടുകേടിയല്ല, നേരിട്ടറിയാവുന്നത് കൊണ്ട് പറയുക. ഇവിടെ ഇങ്ങനെ ആരാധനയും ഭയങ്കര ആരാധനയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയും. നാട്ടിൽ ചെല്ലുമ്പം അമ്മ മറിയാമ്മച്ചിയുടെ കൂടെ പോകുന്ന പുള്ളികളുണ്ട്. ഇവിടെ പെന്തക്കോസ്ത് അവിടെ ചെല്ലുമ്പം വേറെയാകുന്ന ചില പുള്ളികളുണ്ട്. ഇവിടെ ഒരു കൊച്ചു ഉപദേശിയായിട്ടൊക്കെ പ്രബോധനം അത്യാവശ്യം ദാവീദിനോട് ചേർന്ന്, ആസാഫിനോട് ചേർന്ന്, ഓരോരുത്തന്മാരോട് ചേർന്ന് ഗംഭീര പ്രബോധനമൊക്കെ തരുന്ന പുള്ളി അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ആട്ടിയാട്ടിയൊക്കെ നിൽക്കുന്നതാണ്. ഓ, എന്ന ഗതികളെന്നറിയാം. ആയെന്നാച്ച അങ്ങനെ അവിടെ നിങ്ങൾ അവിടുത്തെ അസോസിയേറ്റ് പാസ്റ്ററല്ലേ, പിന്നെന്താ ഇവിടെ വന്നപ്പോ അച്ഛന്റെ കൂടെ പോയി. അത് ഭാര്യ പണങ്ങും പാസ്റ്റർ പോയില്ല. അമ്മാവിയപ്പനാരെന്നറിയാമോ? റിട്ടയർഡ് ഇൻസ്പെക്ടറാ. പോയി ഗ്ലിപ്പിന് പിടിക്കാൻ ആകപ്പാടെ കോഴി. അതുകൊണ്ട് അമ്മാവിയപ്പന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ഇവിടെ പെന്തക്കോസ്ത് കളിക്കും, അവിടെ വേറെ ഏതോ കോഴ്സ് കളിക്കും. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ആരെ ആരാധിക്കണം? മാത്രം ആരാധിക്കണം. വേറെ ആരെ എതിരെ നിന്നെന്ന് പറഞ്ഞാലും നോ, ഞാൻ ആരാധിക്കയില്ല. എന്റെ കർത്താവിനെ മാത്രം. ദുരാസമഭൂമിയുടെ വലിയ ബിംബത്തെ നിർത്തിയിട്ട് അതിനെ നമസ്കരിക്കണമെന്ന് പൗരസമിതിയുടെ തീരുമാനമല്ല, രാജകൽപ്പനയാണ്. നാട്ടിലെ പൗരസമിതി തീരുമാനിച്ചല്ല അതിനെ ആരാധിക്കണമെന്ന്. പിന്നെ ആരാ തീരുമാനിച്ചത്? രാജകൽപ്പനയാ. പക്ഷെ ചെറുപ്പക്കാർ നിന്നോട് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. എടുത്ത മത്തി പൊരിക്കുന്ന പോലെ പൊരിക്കുമെന്ന് പറഞ്ഞപ്പോഴും പറയുക, അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടിവിച്ചാലും, ആ പാഠം എന്ന് പറഞ്ഞ് വിടിവിച്ചാലും ഈ ഒരു സമർപ്പണം എത്ര പേർക്കുണ്ട്? പക്ഷേ ഈ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാം കുടുംബമായിട്ട് നിങ്ങളുടെ പള്ളിയിലോട്ട് വരാതിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് സൗഖ്യം തന്നാൽ ഞങ്ങൾ എന്തോ ചെയ്യാണ്? അപ്പൊ അതിനകത്ത് പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സൗഖ്യം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പഴയ പോലെ തന്നെ എന്തോ ചെയ്യും. അപ്പൊ പിന്നെ ഒരു കുടുംബത്തെയും കൂടെ കിട്ടുന്നല്ലേ എന്ന് പറഞ്ഞ് പാട്ടിന് കിടന്ന് പാവ സഭ ഉപദേശിച്ച് കിടന്ന് പ്രാർത്ഥിച്ച് ഇവർക്ക് സൗഖ്യം വാങ്ങിച്ചു കൊടുത്ത് അവരെയും കൂടെ നിർത്തുക. എത്ര കാലം നിർത്തും ഇങ്ങനെ? യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞവന്റെ തീരുമാനം, വിടുവിച്ചാലും ഇല്ലെങ്കിൽ, സൗഖ്യമായാലും ഇല്ലെങ്കിൽ, കാശ് കിട്ടിയാലും ഇല്ലെങ്കിൽ, പ്രശ്ന പരിഹാരം ഉണ്ടായാലും ഇല്ലെങ്കിൽ, എന്റെ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ. ആ ചിന്തയുള്ളവരും ആ സമർപ്പണമുള്ളവരും കർത്താവിനെ സ്നേഹിച്ചാൽ എന്റെ കർത്താവിനെ മാത്രം 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 അത് പറഞ്ഞുകൊണ്ട് ഒരു ചിന്ത ഓർമ്മയിൽ വന്നത് പറയട്ടെ. തീരുമാനമുള്ളവന് കൂടെ കർത്താവുണ്ട്. ഞങ്ങളുടെ കർത്താവിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അങ്ങനെ തീരുമാനത്തോടെ നിന്ന് പിള്ളേരുടെ തീച്ചുളയിൽ നാലാമനായി നമ്മുടെ കർത്താവ് ഇറങ്ങുന്നുണ്ട്. എത്രാമനായിട്ടാ? ഓ, പാട്ടിനകത്തും അങ്ങനെ ചിലർ പ്രാർത്ഥിക്കുമ്പോഴും നാലാമനായി തീച്ചുള ഇറങ്ങി ഞങ്ങളുടെ കർത്താവ്. സത്യം ഞാൻ പറയാം, നാലാമനല്ല, കർത്താവ് തീച്ചുളയിൽ ഒന്നാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തീച്ചുളയിൽ കർത്താവ് ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഇവരെ 3 പേരെ അങ്ങോട്ട് ഇടുന്നതിന് മുമ്പേ കർത്താവ് അതിനകത്ത് ഇറങ്ങി. അതുകൊണ്ട് ആ തീയുടെ ബലം കെടുത്തി. തീയുടെ ബലം കെടുത്തിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ദോഷമുണ്ടാകാത്ത വിധം ഭാഗപ്പെടുത്തി. കാരണം ഇവരെ ചുമന്നുകൊണ്ട് പോയവർ തീയുടെ കൂടെ എന്ത് ചെയ്തു? മരിച്ചു. ഇവരെ കെട്ടിയിരുന്ന കയറെന്ത് ചെയ്തു പോയി? അപ്പൊ തീയുടെ ആ ശക്തി കെടുത്തി എന്ന് പറയുമ്പോഴും ഈ കത്തിച്ചു കളയാനും അവരെ കൊല്ലാനുമുള്ള ശക്തി ഉണ്ടായി. പക്ഷെ ആ തീ ഇവർക്ക് ദോഷം ചെയ്യാതിരിക്കാൻ കർത്താവ് ഒന്നാമനായിട്ടാണ് ഉണ്ടായത്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നാമനായി ഇറങ്ങിയ ഒരുവനുണ്ട്. അതാണ് നമ്മുടെ കർത്താവ്. വിശ്വസിക്കുന്ന ബലത്തിലുണ്ട്. ആ കർത്താവ്
കർത്താവിനെ ആരാധിക്കാൻ തീരുമാനമെടുത്താൽ തന്നിടത്തോട് നിന്നോ കർത്താവിന്റെ കൂടെ ഉണ്ട്. കുടുംബത്തിൽ ആരെതിർത്താൽ, കുടുംബത്തിൽ എന്ത് പ്രതിസന്ധി വന്നാൽ കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി അപ്പൊ ഒന്ന് കർത്താവിനെ അറിയണം, രണ്ട് കർത്താവിനെ എന്തോ ചെയ്യണം? അനുസരിക്കണം. മൂന്നാമത് എന്തോ ചെയ്യണം? ആരാധിക്കണം. നാലാമത് ആശ്രയിക്കണം. എന്തോ ചെയ്യണം? കർത്താവിനെ. മക്കളൊക്കെ കേട്ടോ? മോനെ, പഠിക്കുന്ന കാലത്ത് ആരെ ആശ്രയിക്കണം? കർത്താവിനെ മാത്രം ആശ്രയിക്കണം. ബുദ്ധിയുടെ സവിശേഷതയ്ക്ക് കർത്താവിനെ ആശ്രയിച്ചു. ഔദാര്യമായി ചോദിക്കുന്ന കർത്താവ് ധാരാളമായി തരുന്നു. നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ കർത്താവ് തൊടും. നിങ്ങളുടെ ഓർമ്മ മണ്ഡലത്തെ കർത്താവ് തൊടും. നിങ്ങളുടെ പഠനത്തിന്റെ ഫീസ് സംബന്ധമായ കാര്യത്തിനുമായി കർത്താവ് വഴി തുറക്കും. ആശ്രയിക്കുന്ന ആരെ ആയിരിക്കണം? സൗദി ജോലിയുള്ള പപ്പായും മമ്മിയും ആന്റിയും അങ്കിളിനെയും മാത്രം ആശ്രയിച്ച പോരാ. അവരെ വിട്ടേരെ, അവരുടെ വഴിക്ക് വിട്ടേരെ. നീ ആശ്രയിക്കേണ്ടതിന് ദൈവത്തെ ആയിരിക്കും. ഏതാവശ്യങ്ങൾക്കും ആശ്രയിപ്പാൻ യോഗ്യനായ ഒരുവനാണ് നമ്മുടെ കർത്താവ്. ആരാധിക്കാൻ മാത്രമല്ല, ആശ്രയിച്ചു കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാനിടയായി. തന്നെ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കർത്താവ്. നിന്റെ വിഷയം എത്ര വലുതായാണ്, കർത്താവിനെ ആശ്രയിച്ചാൽ മതി. കർത്താവ് കാര്യങ്ങൾ നിവർത്തിച്ച് തരാൻ മതിയായവൻ. ഹല്ലേലൂയ. അപ്പൊ ആരാധിക്കുന്ന കർത്താവിനെ തന്നെ എന്തോ ഇതോണം? ആശ്രയിച്ച് ബലം പ്രാപിച്ചോണം. ഹല്ലേലൂയ. ഇനി വേറെ ഒന്നും കൂടെ പറയാം. ഇതെല്ലാം തുടങ്ങുന്നത് ആയില്ല, അറിയാലോ. ഒന്നാമത് എന്താ പറയണം? അനുസരിക്കണം. രണ്ടാമത് എന്തോ ചെയ്യണം? അല്ല, ഒന്നാമത് അറിയണം, രണ്ടാമത് മൂന്നാമത് ആരാധിക്കണം, നാലാമത് അഞ്ചാമത് ഒരെണ്ണം അനുകരിക്കണം. ഇതെല്ലാം ആയി തരുന്ന എന്തിനാണെന്നറിയാമോ? ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം, അന്നേരം എന്ന് പറയരുത്. ഈ അഞ്ചെണ്ണം എന്തോ ചെയ്തോണം? ഓർത്തിരിക്കണം. ജീവിതത്തിന്റെ നാൾ വഴികളിൽ എന്നും ഓർത്തിരിക്കണം, എന്റെ കർത്താവിനെ ഞാൻ അറിയും. അറിഞ്ഞു തീരത്തില്ല. ഒരു പുരുഷായുസ് കൊണ്ട് തീരുന്ന സിലബസ് അല്ല ക്രിസ്തു എന്ന വിഷയം. അതങ്ങ് പഠിക്കണം. ആയുഷിന്റെ അവസാനം ഇവിടെ നമുക്ക് പഠിക്കാൻ പരിമിതികളുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി അറിയുന്നൊക്കെ അവിടെ ചെന്നിട്ട് അറിയും. അവിടെ ചെല്ലുമ്പോ നമുക്ക് മനസ്സിലാവും, എന്റെ ദൈവമേ, ആദ്യത്തെ ചാപ്റ്റർ പോലും ഞാൻ പഠിച്ചില്ലല്ലോ എന്നുള്ള കാര്യം അവിടെ ചെല്ലുമ്പോ നമുക്ക് മനസ്സിലായില്ലേ? അതുപോലെ അനന്ത വിശാലമായി കിടക്കുന്ന അനന്ത സാഗരം പോലെയുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് അറിയണം, രണ്ട് അനുസരിക്കണം, മൂന്ന് ആരാധിക്കണം, നാല് ആശ്രയിക്കണം, അഞ്ചെന്തോ ചെയ്യണം? അനുകരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക്, കർത്താവിന്റെ ഭാവത്തിൽ, the same attitude which was in Christ Jesus. ക്രിസ്തുവിന്റെ അതേ ഭാവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? അനുകരിച്ച് വന്നേ പറ്റുള്ളൂ. ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മൈക്കലാഞ്ചലോ വരച്ച ആ ഒരു പടം പോലെ നമ്മൾ രൂപമാകുക എന്നുള്ളത്. നീളം കുപ്പായോ ഒക്കെ ഇട്ട് താടി നീട്ടി വളർത്തി, മുടി നീട്ടി വളർത്തി, ഒരാട്ടുംകുഞ്ഞിനെയൊക്കെ എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വളഞ്ഞ വടിയൊക്കെ ആയിട്ട് നടക്കുക എന്നല്ല അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവത്തെ അനുകരിക്കുക. അവന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത കണ്ടോണേ. ആ വിശുദ്ധിയെ അനുകരിക്കണം, ആ വിശ്വസ്തതയെ അനുകരിക്കണം, ആ വിധേയത്വത്തെ അനുകരിക്കണം. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, യൂത്ത്സ് ഒക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് പറയാം. മക്കളെ, യേശുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ യേശു ശരീരം എങ്ങനെ സൂക്ഷിച്ചു അതുപോലെ നീ നിന്റെ ശരീരത്തെ സൂക്ഷിച്ചു. യേശുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ യേശു പിതാവുമായിട്ട് എങ്ങനെയായിരുന്നു അതുപോലെ ആകണം നീ ദൈവവുമായിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? സമാന ലിംഗക്കാരോടും എതിർലിംഗത്തിൽപ്പെട്ടവരോടും യേശുവിന്റെ ഇടപാട് എങ്ങനെയായിരുന്നു? തന്നോടുകൂടി ഒത്തിരി പുരുഷന്മാരുണ്ടായിരുന്നു, ആരുമായിട്ട് ഒരു ഇടർച്ചയ്ക്കും കാരണമായില്ലല്ലോ. സ്ത്രീ സൗന്ദര്യത്തിന്റെ അവസാന വാക്കെന്ന് പറയാവുന്ന മഗ്ദല മറിയ അടക്കം ആരുടെ കൂടെ ഉണ്ടായിരുന്നു? യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സ്ത്രീയെ ചേർത്ത് വെച്ചുകൊണ്ട് യേശുവിനെ ദുഷിക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവൻ ചെയ്ത കുറ്റം എന്തെന്ന് പീലാത്തോസ് ചോദിക്കുമ്പോൾ ഇവൻ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയും, ഇവൻ കൈസർക്ക് കടം കൊടുക്കുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചില ദോഷങ്ങൾ, ചില ആരോപണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ റോമൻ പ്രൊക്യുറേറ്റർ ആയിരുന്ന പീലാത്തോസിന്റെ പ്രിട്ടോറിയത്തിൽ കൂടി വന്നിട്ടുള്ള ഒറ്റ മനുഷ്യനും യേശുവിനെ ഒരു സ്ത്രീയെ ചേർത്ത് ഒന്നും പറയുന്നില്ല. എന്താ പറയാത്തത്? പേടിച്ചിട്ടല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണ്. മഗ്ദല മറിയം, നിങ്ങൾ പഠിക്കണം, കമന്ററി പഠിക്കണം. മഗ്ദല മറിയം എന്ന് പറഞ്ഞാൽ ആ കാലത്തെ സ്ത്രീകളിലെ ഏറ്റവും സൗന്ദര്യമുള്ളവൾ, സ്ത്രീ സൗന്ദര്യത്തിന്റെ അവസാന വാക്ക. അവിടെ യേശുവിനോടൊപ്പം നടന്നിട്ടും യേശുവിനെ ചേർത്ത് ആർക്കും ഒരു തിന്മ പറയാനില്ല. അപ്പൊ യേശുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ധാർമ്മിക മൂല്യങ്ങളെ അനുകരിക്കുക, സാന്മാർഗിക ബോധങ്ങളെ അനുകരിക്കുക, ഉത്തരവാദിത്വങ്ങളെ അനുകരിക്കുക. മാതാപിതാക്കളോട് ഉത്തരവാദിത്വം യേശുവിന്
എങ്ങനായിരുന്നെന്നറിയാമോ? അതൊക്കെ നമ്മൾ പഠിക്കണം. അവസാനം പ്രാണനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ് കാതരമിഴികളോടെ ക്രൂശിൽ കിടന്ന് താഴേക്ക് നോക്കുമ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് യോഹന്നാൻ നിൽക്കുകയാണ്. ആരെ? അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക. ഒരു അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. ആ സ്നേഹിതനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അന്ന് മുതൽ ഒരു പുതിയ ബന്ധം രൂപീകരിക്കപ്പെട്ടു. ചരിത്രം പറയുന്നത് അമ്മ മറിയയുടെയും യോഹന്നാന്റെയും ശവകുടീരങ്ങൾ എഫസോസിലാണ്. കാരണം എഫസോസിലെ ബിഷപ്പായിരുന്നു യോഹന്നാൻ. രണ്ടുപേരും അവനെയാണ് മരണപ്പെട്ടത്. തിമോത്തിയോസിന്റെ ഈ ശവകുടീരം ഇവരുടെ അരികിൽ തന്നെയാണ്. 3 ശവകുടീരങ്ങളുള്ള നാടാണ് എഫസോസ് പട്ടണം. ഇന്നത് ടർക്കിയിലാണ്, തുർക്കിയിൽ. ഓക്കെ, അപ്പം ആ വസ്തുതകളൊക്കെ നമ്മൾ അറിയണം. അവിടെ അമ്മയെ അന്യാധീനപ്പെടുത്താതെ ഉത്തരവാദിത്വമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് കണ്ണടയ്ക്കുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ടാ പറയുക, എല്ലാം നിവർത്തിയായി. അപ്പൊ ബന്ധങ്ങളെ യേശു എങ്ങനെ സൂക്ഷിച്ചു അതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. അപ്പൊ യേശു ദൈവമാകയാൽ ആ ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ 5 ചിന്തകൾ അക്കമിട്ട് പറഞ്ഞത്: അറിയണം, അനുസരിക്കണം, ആരാധിക്കണം, ആശ്രയിക്കണം, പിന്നെന്തോ ചെയ്യണം? അനുകരിക്കണം. ആ അനുകരണത്തിന്റെ ഭാഗമാണ് യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ പോലെ ആകുവാൻ. ഓ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. യേശുവെ പോലെയാകണം. ഹൃദയം, നടയും, ഭാവവും രൂപവും വാക്കും ഭാഷണവും എല്ലാം ആരെ പോലെയാണ്? യേശുവെ പോലെയാകണം. അപ്പൊ ആ ദൈവത്തെ നാം ഒന്നറിയുക. ഇനിയുള്ള അല്പ നിമിഷങ്ങൾ കൊണ്ട് യേശുവിന്റെ ദൈവത്വത്തിന്റെ ചില വിചാരങ്ങൾ വേഗമൊന്ന് പറയാം. യേശു എങ്ങനെയുള്ള ദൈവമാണെന്നറിയാമോ? ഒന്നാമത്തെ ചിന്ത അറിയേണ്ടത് തീത്തോസ് 2:12 തീത്തോസ് 2:12 മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു എങ്ങനെയുള്ള ദൈവമാണ്? ഒന്ന് പറഞ്ഞേ, മഹാദൈവം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സൗദി മരുഭൂമിയിൽ വളരെയധികമായ നിയമത്തിന്റെ ഇടയിലൂടെ യാത്ര ചെയ്യുന്ന താങ്കൾക്ക് നാട്ടിലുള്ള വീട്, ഇവിടെയുള്ള വീട്, നാട്ടിലുള്ള പ്രിയപ്പെട്ടവർ, ഇവിടെയുള്ള കൂടെയുള്ള പ്രിയപ്പെട്ടവര്, ലേവി അടക്കം ഇതെല്ലാ കാര്യങ്ങളും ചെയ്തു പോകുവാൻ വല്ലാതെ വേവലാതിപ്പെടുന്ന താങ്കളുടെ ഹൃദയത്തിൽ, നെഞ്ചകത്തിൽ സൂക്ഷിക്കാൻ കൊള്ളാവുന്ന ഒരു വാക്യം തീത്തോസ് 2:12. ഞാൻ ആശങ്കപ്പെടുന്നില്ല, ഞാൻ ഉത്കണ്ഠപ്പെടുന്നില്ല. കാരണം എൻ്റെ ദൈവമായ കർത്താവ് മഹാദൈവമാണ്. അവൻ മഹാദൈവമായതുകൊണ്ട് എനിക്ക് വേണ്ടി മഹാകാര്യങ്ങളെ ചെയ്യും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ ഉത്കണ്ഠപ്പെടുന്നില്ല, ഞാൻ ആവലാതിയോടെ വേവലാതിയോടെ നടക്കുന്നില്ല. ആ കർത്താവ് എനിക്ക് വേണ്ടി മഹാകാര്യങ്ങളെ ചെയ്യും. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മഹാകാര്യങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറഞ്ഞ് കൊതി തീരത്തില്ല, സമയം പോകുന്നത് അറിയത്തില്ല. കർത്താവ് മഹാദൈവമാണ്. എത്ര പേര് പ്രതീക്ഷിക്കുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ സൗദിയുടെ നാഷണൽ ഡേ അല്ലേ? ഈ ദിവസം അവരെ ആഘോഷിക്കുമ്പോൾ ഇന്ന് പകൽ നമ്മൾ ആഘോഷിക്കുന്നു. ഈ മഹാദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു മഹാകാര്യം ചെയ്യാൻ പോകുകയാണ്. ചില മണിക്കൂറുകൾക്കകത്ത് നിങ്ങൾക്ക് ഇന്നത്തെ വിഷയങ്ങളിൽ കർത്താവിന്റെ കൈയൊപ്പം അറിയും. കർത്താവിന്റെ മേഖലകളിൽ പ്രവർത്തിക്കാതെ വളരെ നിരാശയോടെ കഴിയുന്ന മേഖലകളിൽ ഈ മഹാദൈവം ഇറങ്ങി വരും. ഈ മഹാദൈവത്തിന്റെ പ്രവൃത്തികൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്ക്. നമ്മുടെ കർത്താവ് മഹാദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ എന്നോർത്ത് ചോദിച്ചിട്ടുങ്ങളുടെ ഓരോയിരം കൂമ്പാരം നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ അതിനെ വകഞ്ഞു മാറ്റാൻ കഴിയുന്നവന്റെ പേരാണ് മഹാദൈവം. ഓ ഹല്ലേലൂയ. വ്യക്തിപരമായ ജീവിതത്തിൽ അതൊരു വലിയ ധൈര്യമാണ്. നിബിഡമായ അന്ധകാരത്തിൽ തെളിച്ചു നടക്കാൻ പറ്റുന്ന ഒരു ടോർച്ച് പോലെ കൊണ്ടു നടക്കണം. തീത്തോസ് 2:12. പിശാച് പറയും, നീ പോയി, നീ തീർന്നു, നിന്റെ ഏട്ടപാട് തീർന്നു. പിശാച് അങ്ങനെ കാതിൽ കിന്നാരം പറയുമ്പോ പറയണം തീത്തോസ് 2:12. വാക്യം കാണാതെ അറിയത്തില്ലെങ്കിൽ റഫറൻസ് കാണാതെ പറഞ്ഞു നടക്കണം. തീത്തോസ് 2:12. T2:12.
മൊബൈൽ ഫോണിന്റെ നമ്പർ അല്ല, T212 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? തീത്തോസ് 2 പിന്നെ 12. T212. ഇത് കേൾക്കുമ്പോഴേ പിശാച് വാരിഞ്ഞുരുട്ടി ഓടും. മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് ഈ തീത്തോസ് 2:12 അതെന്തുവാ തീത്തോസ് 2:12 അങ്ങനെ ചോദിച്ച് നടക്കേണ്ടി വരും. പിശാചിന് അങ്ങനെ സംശയമില്ല, കാരണം വചനം അവന് നന്നായിട്ട് അറിയും. അതുകൊണ്ടാണല്ലോ പിശാച് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു എന്തോ പ്രയോഗിച്ചത്? തിയോളജി, ഈ ദൈവശാസ്ത്രത്തിന്റെ സമുജ്വലമായിരിക്കുന്ന ആദർശങ്ങളും മക്കിൻഡോഷ് അത് പറഞ്ഞു, കാൽവിൻ ഇത് പറഞ്ഞു, എഫ് ബ്രൂസ് അങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ളതൊന്നും അല്ല കർത്താവ് ഉപയോഗിച്ചത്. കർത്താവ് തിരുവെഴുത്താണ് ഉപയോഗിച്ചത്. നമുക്കൊരു പ്രഥമമൊക്കെ നടത്തണമെങ്കിൽ 4 പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ റോമർ 4:3 വാക്യം ഗംഭീരമായ ഒരു വാക്യമാണ്. തിരുവെഴുത്ത് എന്ത് പറയുന്നു? മനസ്സിലാകുന്നുണ്ടോ? വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, തിരുവെഴുത്ത് എന്ത് പറയുന്നു? അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. തിരുവെഴുത്ത് പറയുന്നു യേശുവിനെ കുറിച്ച്. യേശു ആരാ? മഹാദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു, മാർക്സ്, എംഗൽസ്, ലെനിൻ, ചെഗുവേര അടക്കമുള്ളവർ പറയുന്നു യേശു ഒരു സഖാവാണ്. യേശു ഒരു അവരുടെ ഭാഷയിൽ സഖാവ് എന്നൊക്കെ ഉള്ളത്. യേശു സഖാവാണെന്നാ പറയുക. സ്നേഹത്തിന്റെ വിപ്ലവം കൊണ്ട് സാമ്രാജ്യം പടുത്തുയർത്തി യേശുവാണ് ഏറ്റവും വലിയ സഖാവെന്ന് അവർ പറയുന്നത്. തെറ്റല്ല, പക്ഷെ അവർ പറയുന്ന ഒന്നുമല്ല. നമ്മൾ നോക്കേണ്ടത് തിരുവെഴുത്ത് എന്തോ പറയുന്നു? യേശു മഹാദൈവമാണ്. എനിക്ക് വേണ്ടി മഹാകാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ പുറകോട്ടൊന്ന് ഇറങ്ങി ചിന്തിച്ചു നോക്കിയേ. സൗദി വരുമെന്ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കർത്താവ് ഞാനിങ്ങ് എത്തിയല്ലോ. അതാ മഹാദൈവത്തിന്റെ പ്രവർത്തനം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിന്നെ പാക്കപ്പ് ചെയ്ത് വിടാൻ നോക്കിയതാ പിശാച്. പാക്ക് ചെയ്ത് വിടാൻ നോക്കിയതാ. പക്ഷെ അതിൽ നിന്ന് തട്ടിയെടുത്ത് ഇന്ന് ജീവനോടെ നിർത്തിയിരിക്കുന്നത് വിശ്വസിക്കുന്നവരെ കർത്താവിനെ സ്തുതിക്കുക. ഇനി നിന്റെ മേൽ തൊടാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഈ മഹാദൈവത്തിന്റെ കരം നിന്നോട് കൂടെ ഉണ്ട്. യേശുവിന്റെ ദൈവത്വം ഒന്ന്, അവൻ ആരെന്ന് പറഞ്ഞേ? മഹാദൈവമാണ്. മഹാകാര്യങ്ങൾ ചെയ്യും. രണ്ടാമത്, യേശു എങ്ങനെയുള്ള ദൈവമാണ്? അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആരാണെന്ന ഉപദേശമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഒന്നും മഹാദൈവമാണ്. രണ്ടാമത്തേത് ക്രിസ്തു ആരാന്നറിയാമോ? സർവ്വത്തിനും മീതെ ദൈവമാണ്. സർവ്വത്തിനും. റോമാലേഖനം 9:5 വാക്യം. റോമാലേഖനം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇല്ലാതിരുന്നവരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണമോ. റോമർ 9:5 മനഃപ്പാഠമാക്കണം. റോമർ 9:5 നിങ്ങളുടെ നെഞ്ചകത്തിൽ കോരിയിട്ടേക്കണം. ജീവിതത്തിന്റെ സമരമുഖങ്ങളുടെ സംഘർഷ സാഹചര്യങ്ങളിൽ ഓർത്ത് ധ്യാനിക്കാൻ പറ്റുന്ന സുന്ദരമായ അർത്ഥസമ്പുഷ്ടമായ ആശയഗാംഭീര്യതയുള്ള ഒരു വചനമാണ്. എന്തെന്നാ? യേശു എങ്ങനെയുള്ള ദൈവമാണ്? സർവ്വത്തിനും മീതെ. പിതാക്കന്മാരും അവരിൽ നിന്നല്ലോ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് പറയുന്നു, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നാണ്. എന്നിട്ട് അടിയിൽ ഒരു ക്രോസ് എഴുതിയിരിക്കുന്നു, അവൻ സർവ്വത്തിനും മീതെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ശ്രദ്ധിച്ചു കേട്ടോടെ. സർവ്വത്തിനും മീതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാജയം കാണുവാൻ, നമ്മളെ കീഴ്മേൽ മറിക്കാൻ ശ്രമിക്കുന്ന സകല ദുഷ്ട പോരുകളുടെയും മീതെ കർത്താവ് ദൈവമാണ്. പരിഹാരവുമായി നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ശരീര കഥകളിലേക്ക് വ്യാപരിക്കപ്പെട്ട ചില രോഗബന്ധനങ്ങൾ ഉണ്ടല്ലോ. എനിക്കും ആ രോഗമായോ എന്നോർത്ത് വേവലാതിപ്പെടേണ്ട. അതിന് മീതെ പ്രവർത്തിക്കുക. സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. സർവ്വത്തിനും മീതെ, സർവ്വത്തിനും മീതെ. ഹല്ലേലൂയ. അത് ആഴത്തിനും കൂടെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് മാത്രമാ പറയുന്നത്. സന്തോഷമാണോ? കർത്താവിനെ കുറിച്ച് മാത്രം കേൾക്കുന്ന സന്തോഷമാണോ? എങ്ങനെയുള്ള ദൈവമാണെന്ന് പറഞ്ഞേ? സർവ്വത്തിനും മീതെ ദൈവമാ. സർവ്വത്തിനും മീതെ. ഹല്ലേലൂയ. സമസ്ത ഭൂതപ്രേത പിശാചുക്കൾക്കും മീതെ ദൈവമാ. ഹല്ലേലൂയ. സർവാധികാരിയായ ദൈവമാ. സർവ അധികാരിയായ ദൈവം, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം. ഈ സർവ ചേർത്ത യേശുവിന് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലൊരു വാക്യം വായിച്ചേ. ഇതരം നമ്മൾ പുതിയ നിയമത്തിൽ എന്തെങ്കിലും വായിക്കാം. പഴയ നിയമത്തിൽ ഒരു വാക്യം വായിച്ചില്ലെങ്കിൽ 39 പുസ്തകങ്ങൾക്ക് എന്നാ തോന്നും. അതുകൊണ്ട് ഒരു വാക്യം വായിക്കാം. യേശുവിന്റെ ദൈവത്വത്തിന്റെ ഉജ്ജ്വലമായിരിക്കുന്ന ഒരു ചിന്താധാര മനസ്സിലാക്കാൻ വേണ്ടി 1 ദിനവൃത്താന്തം, ഫസ്റ്റ് ക്രോണിക്കിൾസ് 1 ദിനവൃത്താന്തം 16:25 വാക്യം വായിച്ചു. 1 ദിനവൃത്താന്തം.
വലിയവനും അത്യന്തം സ്തുത്യനും, പിന്നെ സർവദേവന്മാരിലും അതിഭയങ്കരൻ. അയ്യോ, ഞാനോടത്തൊരു വലിയ അല്ലേലിയൊക്കെ പറയുക. അപ്പോ എങ്ങനെയാ പറഞ്ഞേ? സർവദേവന്മാരിലും അതിഭയങ്കരൻ. എത്ര ദേവന്മാരുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. ആ ദേവന്മാർക്കെല്ലാം മീതെയാണ് ആര്? നമ്മുടെ കർത്താവ്. പിന്നെന്തിനായി മന്ത്രവാദത്തെയും ദുർമന്ത്രവാദത്തെയൊക്കെ പേടിക്കുന്നത്? പിന്നെന്തിനാ ആവാഹ ശക്തികളെ പേടിക്കുന്നത്? ചില മന്ത്രവാദികളെ നമുക്ക് ഭയങ്കര പേടി. അയ്യോ, പുള്ളി അറിയാമോ, പുള്ളി ചുട്ട കോഴി എന്തോ ചെയ്യുന്നതാണ്. ചുട്ട കോഴി നമുക്ക് കഴിച്ചുകൂടിയ ചുട്ട കോഴിയെ പുള്ളി പറപ്പിക്കാൻ നിൽക്കുന്നതിന് നമുക്കാണെങ്കിൽ അത് കഴിക്കാറുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ആ മന്ത്രവാദിയുടെ മന്ത്രശക്തിക്ക് മീതെയാണ് നമ്മുടെ കർത്താവിന്റെ ശക്തി. അതുകൊണ്ട് അവന്റെ ആവാഹനവും അവന്റെ അച്ഛനുകുത്തിയിരുന്ന് ചെയ്തതൊന്നും നമുക്ക് ബാധകമാകത്തില്ലെന്ന് മുമ്പേ പറഞ്ഞ പോലെ ആത്മാധിഷ്ഠിത ജീവിതത്തിന് ശരീരത്തെ കെട്ടുപടുത്തുകൊണ്ട് വിശുദ്ധിയോടെ ബോധത്തോടെ ജീവിച്ചാൽ ഈ മഹാദൈവം, ഈ സർവശക്തനായ ദൈവം, സർവ്വത്തിനും മീതെയുള്ള ദൈവം നമ്മെ അത്ഭുതകരമായി പരിപാലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിളിക്കുന്ന ചിലരോടെങ്കിലും ഞാൻ പറയട്ടെ, ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്ന ചില ഉള്ളങ്ങളോട് സർവത്തിനും മീതെ കർത്താവ് ദൈവമാണെങ്കിൽ, ശരീരത്തിൽ അനുഭവിക്കുന്ന ക്യാൻസറിന് മീതെ കർത്താവ് ട്യൂമറിന് മീതെ കർത്താവ് സൗഖ്യമായി, നിന്റെ വാൽവിന്റെ പ്രതിസന്ധിക്ക് മീതെ കർത്താവ് സൗഖ്യമായി, നിന്റെ യൂട്രസിനകത്ത ഫൈബ്രോയിഡിന് മീതെ, നിന്റെ വാൽവയ്ക്ക് മീതെ ഡോക്ടർ പരിശോധിച്ചിട്ട് ഇനി ഒരു കുഞ്ഞു ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് ആ ബലഹീനതയ്ക്ക് മീതെ എന്റെ കർത്താവ് സർവശക്തനാണ്. യേശുവിന്റെ ദൈവത്വത്തിന്റെ മഹിമ വിശ്വാസത്തോടെ ഏറ്റെടുത്ത കർത്താവിനെ ശ്രമിച്ച്, വിശ്വാസത്തോടെ ഏറ്റെടുത്ത കർത്താവിനെ മഹത്വപ്പെടുത്തിട്ട് അവൻ സർവത്തിനും കടന്നുപോയി ഇനി അവൻ എഴുന്നേക്കത്തില്ലെന്ന് പറയുന്ന എല്ലാ രോഗബന്ധനങ്ങൾക്കും എന്റെ മകൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. രോഗിയായി വന്നത് രോഗിയായി മാറുകയും ഈ സ്റ്റെപ്പ് കയറി വന്നത് രോഗത്തോടെയാണെങ്കിൽ മടങ്ങി പോകുന്നത് ശാന്തിയോടെയാണെങ്കിൽ കാരണം സർവത്തിനും യേശുവിന്റെ നാമം സർവത്തിനും മീതെ. യേശുവിന്റെ നാമം ധ്യാനിക്കട്ടെ, യേശുവിന്റെ നാമം ധ്യാനിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗദി കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഒന്നും നാട്ടിലും ഹോസ്പിറ്റൽ മുതലാളിമാർ കൊണ്ട് കൊടുക്കല്ലേ? സൗദിയിൽ ഇത്ര വർഷമായി ജോലിയാണെന്ന് അറിയുമ്പോഴേ അവര് തരുന്ന ബില്ല് ലക്ഷങ്ങൾക്ക് മുകളിലാണ്. സൗദിയിലായിരുന്നു, ദമാമിലായിരുന്നു, ഖുബാറിലായിരുന്നു, റിയാദിലായിരുന്നു എന്നൊക്കെ പറയുമ്പോ കണ്ണും മൂട്ടി അവനെ എഴുതുക 15 ലക്ഷം. എന്തോ കാണിച്ചിട്ടായി 15 ലക്ഷം. നമ്മുടെ നില നന്നാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി അഡ്മിറ്റായി, നമ്മുടെ നില പരിങ്ങലുമായി അവനൊരു നിലയും കൂടെ പണിത് വീഴും. നമ്മുടെ കിഡ്നി കൊണ്ട്, നമ്മുടെ വാൽവ് കൊണ്ട്, നമ്മുടെ യൂട്രസ് കൊണ്ടൊക്കെ അവൻ ഒരു നിലയും കൂടെ പണിതു. അല്ലെ, നിങ്ങൾ ആണ്ടിലാണ്ടി നാട്ടിൽ അവധിക്ക് ചെല്ലുമ്പോൾ ഓരോ ഹോസ്പിറ്റലും നടന്നൊന്ന് കാണണം. കഴിഞ്ഞ വർഷം നിങ്ങൾ ചെന്നപ്പോൾ 3 നില ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് 5 നിലയായി. ആ 2 നിലയും കൂടെ പണിതത് നമ്മുടെ കിഡ്നി കൊണ്ടാണെന്ന്, നമ്മുടെ യൂട്രസ് കൊണ്ടാണെന്ന് നോക്കിയപ്പോൾ അതിനകത്തൊരു ഫൈബ്രോയിഡ്. മനസ്സിലായോ? ഈ സർവത്തിനും മീതെ ഉള്ളവന് മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇരുന്ന് കൊടുത്തില്ല. നമ്മൾ കാശ് ഉണ്ടാക്കി അവന്റെ മുമ്പിൽ ചെന്നപ്പോഴാ നമ്മൾ കാശ് പോയി, നമ്മുടെ മേലെ പരിഗണനയായി, അവൻ വ്യക്തമായി. യേശുവിനെ കൊണ്ട് കഴിയാത്ത കാര്യമൊന്നുമില്ലെന്ന് ഇന്ന് പഴം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇവിടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എല്ലാവരുടെ കീശ കൊടുക്കാനല്ല. കർത്താവിന്റെ സൗഖ്യങ്ങൾ വ്യാപരിപ്പിക്കുക. ചില നാഡീ ഞരമ്പുകളിലേക്ക്, ചില അസ്ഥി വ്യൂഹങ്ങളിലേക്ക്, ചില ശരീര കലകളിലേക്ക്, ചില അവയവ വ്യവസ്ഥിതികളിലേക്ക് കർത്താവ് സൗഖ്യത്തെ വ്യാപരിപ്പിക്കുക. സർവത്തിന്
അടുത്ത കർത്താവിന്റെ ദൈവത്തെ കേൾക്കണോ? ഞാൻ നിർത്തുക. ദൈവദാസന്മാരന്റെ പിന്നാലെയുണ്ട്, ഞാൻ നീട്ടുന്നില്ല. അവൻ സർവശക്തിയുള്ള ദൈവം. അല്പശക്തിയല്ല, പിന്നെ സർവശക്തി എന്ന് പറഞ്ഞാൽ അഹിദുഖുൽ എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? ഹിന്ദി ഇംഗ്ലീഷും ഒന്നുമല്ല, പിന്നെ ശുദ്ധമായ എബ്രായ ഭാഷ അഹിദുഖുൽ. അതിന്റെ ഗ്രീക്ക് വേർഡ് അല്പം കൂടെ ഗംഭീരമാണ്. പാൻഡക്രീറ്റോ, കുറിച്ച് വയ്ക്കുന്നു, ഗുണത്തെ. ഒന്നാമത് പറഞ്ഞ എന്തുവാ? അഹിദുഖുൽ. രണ്ടാമത് പറഞ്ഞ എന്തുവാ? പാൻഡക്രീറ്റോ. പാൻഡക്രീറ്റോ കുറിച്ചുകൊണ്ട് പോകണം. അത്യാവശ്യം 5 ഭാഷ പറയാനെങ്കിലും ഉപയോഗിക്കും. വേറെ ഒന്നും കിട്ടുന്നില്ല, വഴിമുട്ട് നിൽക്കുകയാണെങ്കിൽ അഹിദുഖുൽ അഹിദുഖുൽ 10 പ്രാവശ്യം പറഞ്ഞാൽ ഈ സർവശക്തൻ ഇറങ്ങി വരും. അതിനൊക്കെ അർത്ഥം പഠിക്കണം എന്ന് പറഞ്ഞാൽ തുല്യം ചൊല്ലാനില്ലാത്ത മനുഷ്യനുണ്ടാക്കിയ സകല യന്ത്രങ്ങളും കുതിര ശക്തിയിലെ തുല്യപ്പെടുത്തുക ആണോ? 10 ഹോഴ്സ് പവർ, 100 ഹോഴ്സ് പവർ അങ്ങനെ പറഞ്ഞല്ലേ? പക്ഷേ ദൈവത്തിന്റെ ശക്തി ഒന്നിനോട് തുല്യപ്പെടുത്താൻ പറ്റില്ല. മനസ്സിലായോ? അതുപോലെ ശ്രേഷ്ഠമായ ശക്തി കൈയാളുന്നവന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അസാധ്യമായിട്ട് ഒന്നുമില്ല. നമുക്ക് പിന്നെ എന്നാ ഇത് പ്രയോജനമാണ്? നമ്മൾ അടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ കർത്താവിന്റെ ശക്തി എന്തോ ചെയ്യുന്നില്ല, പരമാവധി ഉപയോഗിക്കുന്നില്ല. നമ്മൾ മക്കളാണെന്ന് അവകാശികളാണ്. ആ ശക്തി എനിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയതാ സകലത്തിൽ. ഒറ്റ വാക്കുകൊണ്ട് ഇതുകൂടെ പറഞ്ഞു കേട്ടിട്ട് ഒരു മിനിറ്റ് ആരാധിക്കാം. സ്തോത്രം. ഈ അഹിദുഖുൽ അഥവാ പാൻഡക്രീറ്റോൻ എന്ന് പറയുന്ന ശക്തിയുടെ വല്ലഭത്വം തിരിച്ചറിയാൻ ഞാനൊരു അധ്യായം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വേദപുസ്തകത്തിൽ ആകെ എത്ര അധ്യായം ഉണ്ടെന്ന് അറിയാമോ? How many chapters? എംബോസിഷനാണ് പഠിക്കുന്നത്. 1181. ഷുവിച്ചാന്റെ ജാമ്യത്തിൽ എല്ലാവരും വെറുതെ വിട്ടിരിക്കുന്നു. ഓക്കെ, എത്ര അധ്യായമുണ്ട്? 1189. 1189 1189 അധ്യായമുണ്ട്. ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് 22 വരെ. എത്ര അധ്യായം മക്കളെ? 1189 അധ്യായം. ഓക്കെ, അടുത്ത എന്റെ ചോദ്യം, ഈ 1189 അധ്യായങ്ങളിൽ വായിച്ചു വന്ന കൂട്ടത്തിൽ അങ്ങനെ കേട്ടിട്ടുണ്ടോ? അമട്ട് പൊട്ടുന്ന പോലെ കേട്ടിട്ടുണ്ടോ? അമട്ട് പോയിട്ട് ഓരപ്പടക്കം പോലെ പൊട്ടുന്ന പോലെ നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അന്തം വിട്ടിരിക്കുന്നു. അങ്ങനെ കേട്ടിട്ടേ ഇല്ലേ? കേട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കാത്തത് കൊണ്ടാ. ഉണ്ടാകട്ടെ, വേർപിരിയട്ടെ, മുളച്ചു വരട്ടെ, ജനിക്കട്ടെ, പറക്കട്ടെ, കൂടട്ടെ, വാഴട്ടെ. വെപ്പവല്ലുള്ളവരൊന്നും വായിക്കരുത്, തെറിച്ചു പോവാത്. അതുപോലെ ശക്തിയാണ്. ആര് പറയുന്നത്? ആര് പറയുന്നത്? ആര് പറയുന്ന? കമ്മിറ്റി പറയുന്നതല്ല, സഭയുടെ എക്സിക്യൂട്ടീവ് പറയുന്നതല്ല, സഭയുടെ ഓവർസിയർ പറഞ്ഞതല്ല. പിന്നെ ആര് പറഞ്ഞ? സർവശക്തൻ പറഞ്ഞ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രാണനാഥം പറഞ്ഞാണ് വാക്ക്. എന്റെ കർത്താവ് പറഞ്ഞതാണ്. വാസയോഗ്യമായി ഉണ്ടാക്കിയ പ്രപഞ്ചത്തിന്റെ മീതെ അന്ധകാരം കയറി വഴി തടഞ്ഞ് നിൽക്കുക. മാറത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുക. അങ്ങനെ മാറത്തില്ലെന്ന് പറഞ്ഞ് അന്ധകാരം കയറി നിന്നപ്പോ മാറ്റം വേറൊരു വഴിയും കാണുന്നില്ല. അപ്പോഴ ഒരു ഒറ്റ ശബ്ദം, വേർപിരിയട്ടെ, അന്ധകാരം മാറട്ടെ, വെളിച്ചമുണ്ടാകട്ടെ. ഒരു പുൽനാമ്പ് പോലും പൊടിക്കാത്ത പൂഴി മണ്ണ് നിറഞ്ഞ് ഈ ഭൂമിയെ നോക്കി കഥ പറയാ, അതതു തരം വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ. അത് പറഞ്ഞു മാത്രമല്ല എന്താ സംഭവിച്ചത്? അത് പറഞ്ഞു കുറെ കാലം കഴിഞ്ഞല്ല, അത് പറഞ്ഞതിന്റെ പ്രതിധ്വനി അടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായോ? ഒരു തുമ്പി പോലും പറക്കാത്ത ആകാശ വായുമണ്ഡലത്തെ നോക്കി പറയുക, അതതു തരം പറവജാതി കൂട്ടമായി പറക്കട്ടെ. മനസ്സിലായി? പറഞ്ഞ മാത്രം എന്തോ ഇത് അത് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാ,
ഇത് ഏത് അധ്യായത്തിലെന്ന് മനസ്സിലായില്ല? ഏത് അധ്യായത്തില? ഉൽപ്പത്തി 1-ാം അധ്യായം. ഇന്ന് വീട്ടിൽ ചെന്ന് ഇപ്പം ചെയ്യരുത്. വീട്ടിൽ ചെന്നിട്ട് KFC ആണ് വൈകിട്ട്, ആയിക്കോട്ടെ, ഇതൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഉൽപ്പത്തി 1 അങ്ങോട്ട് തുറന്നു വെച്ചിട്ട് ഈ ടേ 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 എന്ന് അവസാനിക്കുന്ന വാക്കുകളെല്ലാം എന്തോ ചെയ്യണം? ഒന്ന് എഴുതി വെക്കണം. പുസ്തകത്തിനകത്ത് വരച്ച് കുളവാക്കണ്ട, ഓൾറെഡി വര ഉണ്ടല്ലോ. ഇനിയും വരച്ച് അതിനെ ഇല്ലാതാക്കണ്ട. അതുകൊണ്ട് ഇതെല്ലാം കൂടെ എന്തോ ചെയ്യണം? ഉണ്ടാകട്ടെ, വേർപിരിയട്ടെ, മുളച്ചു വരട്ടെ, ജനിക്കട്ടെ, പറക്കട്ടെ, കൂടട്ടെ, വാഴട്ടെ എന്നൊക്കെ ഉള്ളത് ഇങ്ങോട്ട് എഴുതണം. പേന ഇങ്ങോട്ട് ക്യാപ്പ് ചെയ്ത് വെച്ചിട്ട് ആ പേപ്പർ എടുത്ത് നെഞ്ചോടടുപ്പിച്ചിട്ട് പറ, കർത്താവേ അങ്ങ് പറഞ്ഞപ്പോഴിതെല്ലാം സംഭവിച്ചു. എന്നെ നോക്കിയെന്ന് പറ കർത്താവേ, എന്റെ വീടിനെ നോക്കിയെന്ന് പറ കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളെ നോക്കിയെന്ന് പറ കർത്താവേ, എന്റെ പ്രിയപ്പെട്ടവരെ നോക്കിയെന്ന് പറഞ്ഞ കർത്താവേ, എന്റെ സഭയെ നോക്കിയെന്ന് പറ കർത്താവേ, എന്റെ മാതാപിതാക്കളെ നോക്കിയെന്ന് പറ കർത്താവേ. അങ്ങ് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ സർവ്വശക്തനും വിശ്വസിക്കുന്നവരെ കർത്താവിനെ വാഴ്ത്തട്ടെ. അത്ഭുതകരമാണ് ആ കർത്താവ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാ പറഞ്ഞു ഉണ്ടാകത്തില്ലെന്ന്? വൈദ്യശാസ്ത്രം പറഞ്ഞു ഉണ്ടാകത്തില്ല. പക്ഷെ കർത്താവ് പറയാ ഉണ്ടാകട്ടെ, ഉണ്ടാവുക തന്നെ ചെയ്യും. മാറത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുക പിശാച്, അന്ധകാല ശക്തി. വീട്ടിനകത്തൊന്നും പട്ടി ഇറങ്ങത്തില്ലെന്ന്. ഇതെന്റെ മണ്ണ്, ഇതെന്റെ വീട്, എന്റെ പൂർവികന്മാർ കുടിയിരുന്ന മണ്ണ്, നിനക്ക് വീട് വെക്കാൻ ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു അന്ധകാരം കേറിയെന്ന് മനസ്സില. പക്ഷെ കർത്താവ് ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി, അവരെ മാറി ഇറങ്ങും. പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. പുതിയ നിയമോട് കണക്ട് ചെയ്യട്ടെ. പുതിയ നിയമത്തിൽ വാക്യം വായിച്ചിട്ട് പുള്ളി ഉൽപ്പത്തി കൊണ്ട് നിർത്തിയെന്ന് പറയരുത്. അതുകൊണ്ട് ഞാൻ ഇതിന് പുതിയ നിയമത്തിൽ കൊണ്ടുവരാം. ഈ ഉണ്ടാകട്ടെ, പറക്കട്ടെ, ജനിക്കട്ടെ, കൂടട്ടെ, വാഴട്ടെ എന്നൊക്കെ ഉള്ളതിന് സമാനമായ പ്രയോഗങ്ങളാണ് സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത്. വാരെ എഴുന്നേൽക്കാം, കിടക്കെടുത്ത് നടക്കാം, ലാസറെ പുറത്തു വരിക. ഈ പ്രയോഗങ്ങൾ അതിന്റെ സമാന തനിയാവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പറഞ്ഞാലും നടക്കുക. ഇന്ന് നമ്മളെ നോക്കി പറഞ്ഞാലും നടക്കുക. ചില ശരീരങ്ങളെ നോക്കി കർത്താവ് പറയുന്നുണ്ട്, ചില സാമ്പത്തിക പ്രതിസന്ധികളെ നോക്കി